ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് MBA ഫസ്റ്റ് സെമസ്റ്ററിലെ ഫണ്ട് ഫ്ലോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അവിടെ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ. ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസിനെ പറ്റി ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ആ വീഡിയോയിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും കൺവെൻഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും കൺവെൻഷൻസും. വീഡിയോ നമുക്ക് ചാനലുകൊണ്ട് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊരു 3 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു പാർട്ട് 1 വീഡിയോ, അഗെയിൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറ്റി ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് പാർട്ട് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അഗെയിൻ കോംപ്രിഹെൻസീവ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 3 വീഡിയോസ് ഓൾറെഡി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി വിശദമായിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. തിയററ്റിക്കലി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡിഫറൻസ് ആണ്. നിങ്ങൾക്കത് കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. പക്ഷേ അത് പ്രിപ്പയർ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും എളുപ്പത്തിലാണ്. ഫസ്റ്റ് ഡെഫിനേഷനിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതേസമയം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷിൻ്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോയെ പറ്റിയാണ്, ഒരു സ്പെസിഫിക് പീരീഡിലുള്ള ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ക്യാഷിൻ്റെ ഫ്ലോയെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ഫോക്കസ്, അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച്, കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ ക്യാഷ് ഫ്ലോയിൽ ക്യാഷും ക്യാഷ് ഈക്വലൻസും ആണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. again അതിൻ്റെ ഒരു ബേസിക് അനാലിസിസ് എന്ന് പറയുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അതേസമയം മറ്റൊരു രീതി പറയുകയാണെങ്കിൽ നാലോവർ കോൺസെപ്റ്റ് ഓഫ് ക്യാഷ് ഫ്ലോ, ക്യാഷിനെ പറ്റി മാത്രമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സംസാരിക്കുന്നത് പറയാം. അപ്പോൾ അത് അനാലിസിസ് ഓഫ് ലോങ് ടൈം ഫിനാൻഷ്യൽ ചേഞ്ചസ് ആൻഡ് സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ഫണ്ട് എന്നൊരു ഒബ്ജക്റ്റീവിൽ കാണുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ അതൊരു ലിക്വിഡിറ്റി ഷോർട്ട് ടൈം ക്യാഷ് മാനേജ്മെൻറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഷോർട്ട് ടൈം ക്യാഷ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ ഇവിടെ ഫണ്ട് ഫ്ലോ ഒരു ലോങ് ടൈം ഫിനാൻഷ്യൽ ചേഞ്ചസ്, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, ഫിനാൻഷ്യൽ ചേഞ്ചസ്. അപ്പോൾ ഒന്ന് ലോങ് ടൈം ആണ്, ഒന്ന് ഷോർട്ട് ടൈം ആണ്. എന്തുകൊണ്ട് ലോങ് ടൈം ആണ് ഷോർട്ട് ടൈം ആണെന്നുകൊണ്ട് അവിടെ മനസ്സിലാക്കുന്നതല്ലാണ്. ഇനി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഡിഫറൻസ് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോസ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ബേസ് ഓഫ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, ക്യാഷിനെ പറ്റിയാണ്, ക്യാഷാണ് അവിടെ ബേസ്, ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. അപ്പോൾ അത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസിസ് എന്ത് ബേസ് ആണെന്നുള്ളതും ഒരു ഡിഫറൻസ് ആണ്. കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് ആണെങ്കിൽ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്രം ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഇതൊക്കെ മറ്റ് ഡിഫറൻസ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഫണ്ടിനുള്ളിൽ വരുന്ന കമ്പോണൻസ് നോക്കാം. ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ടൈം പീരിയഡ് അല്ലെങ്കിൽ യൂസേജ് പീരിയഡ് നോക്കുകയാണെങ്കിൽ ഫണ്ട് ഫ്ലോ ഒരു ലോങ്ങർ റേഞ്ചിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത് ബ്രോഡർ പീരിയഡിനെ പറ്റിയാണ് ഫണ്ട് ഫ്ലോ. അഗെയിൻ ക്യാഷ് ഫ്ലോ ഒരു കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ഷോർട്ട് ടൈം സ്പെൻഡിങ് ഡീറ്റെയിൽസ് ആണ്. ഷോർട്ട് ടൈം എക്സാമ്പിൾ മന്ത്ലി ആയിട്ടോ ക്വാർട്ടർലി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടായിരിക്കും ക്യാഷ് ഫ്ലോ സംഭവിക്കുക. അഗെയിൻ യൂസ്ഫുൾനെസ്, അതിൻ്റെ ഒരു ഉപയോഗത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ഹെൽപ്സ് ഇൻ ലോങ് ടൈം ഫിനാൻഷ്യൽ പ്ലാനിങ്. പക്ഷേ ക്യാഷ് ഫ്ലോ ഹെൽപ്സ് ഇൻ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്. ഷോർട്ട് ടൈം മാനേജ്മെൻ്റ് ആണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ക്യാഷ് ഫ്ലോയുടെ. അപ്പോൾ ഫണ്ട് ഫ്ലോ ബേസിക്കലി പോർട്രേറ്റ് ദ റീസൺ ഫോർ ചേഞ്ചസ് ഇൻ നെറ്റ് ക്യാപിറ്റൽ. അതേസമയം ക്യാഷ് ഫ്ലോ പോർട്രേറ്റ് ദ റീസൺസ് ഫോർ ചേഞ്ചസ് ഇൻ ക്യാഷ് ഫ്ലോ ബേസിക്കലി. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഓവറോൾ മേജർ ഡിഫറൻസുകൾ. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ വരുന്ന കമ്പണൻസും കൂടെ മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എക്സാമ്പിളായിട്ട് വാട്ട് ഓൾ ഇൻക്ലൂഡ്സ് എന്നുള്ള കാര്യമാണ് മെൻഷൻ ചെയ്യാൻ പറ്റും, നല്ലതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഏരിയയിൽ ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ ഒരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഡിഫറൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന തിയറി ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ. താങ്ക് യു.